ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി വീഡിയോ കണ്ടാലോ? എളുപ്പമാണ് കേട്ടോ. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സിയിലൊന്ന് കറക്കി കഴിഞ്ഞാൽ പരിപാടി പെട്ടെന്ന് കഴിയും. അതിനായിട്ട് മീഡിയം സൈസ് 2 ക്യാരറ്റ് നന്നായിട്ട് പീൽ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 1.25 കപ്പുണ്ടേ, അതിനെ അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. റോസ്റ്റഡ് റവയാണ്. ഇനി 1/2 കപ്പ് പഞ്ചസാര, ഒരു 3-4 ഏലക്കയുടെ കുരു, 1 ഗ്രാമ്പൂ, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. വറുക്കാത്ത റവയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വയ്ക്കാവുന്നതാണ്. ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നോട്ടെ. 10 മിനിറ്റിന് ശേഷം നമുക്കിതിനെ തുറന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിലോ മെൽറ്റഡ് ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് ചേർക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ ചേർത്താലും മതി. ഈ ഓയിൽ ചേർത്തിട്ട് ആദ്യം ഒന്നും മിക്സ് ആവാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ അത് നമ്മൾ സ്ലോലി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ കട്ട കെട്ടി കിടക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടി മിക്സ് ചെയ്ത് ഇതിൽ ചേർത്താലും മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇടയ്ക്കൊക്കെ ഒരു കടിക്കാൻ കിട്ടുന്നത് നല്ലതാണല്ലോ അല്ലേ, ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിതിപ്പോൾ കുറച്ചൊരു സോസ് പാൻ മോഡലിലുള്ളൊരു പാനിലാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ നോർമൽ ഫ്രൈയിങ് പാനിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോട്ടെ. ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അതിനെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ കാഷ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ പഴയ ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി ഇരിപ്പുണ്ട്. അതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക, അടച്ച് വയ്ക്കുക. നമ്മുടെ ഈ ലിഡിൽ ഹോളുണ്ടെങ്കിൽ അതും കവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്കിത് കുക്കായി കിട്ടിയിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ട് ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുക. പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. നല്ല അടിപൊളി കേക്കിൻ്റെയൊക്കെ ടേസ്റ്റ് പോലെ ഉള്ള ഒരു അടിപൊളി സ്നാക്ക് കഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.